ഗർഭം ഭാഗം 17. എന്താ എന്നെ കാണാൻ വരാതിരുന്നത്? ആദ്യ ചോദിച്ചു. ഒന്നുമില്ല. അല്ലി അവന്റെ ദേഹത്തെ മുറിവുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇനിയും ബോധം കെട്ട് വീണാലോ എന്ന് പേടിച്ചാണോ? ആദ്യ കുസൃതിയോടെ ചോദിച്ചു. അല്ലി ഞെട്ടി അവനെ നോക്കി. എങ്ങനെ അറിഞ്ഞു? എല്ലാവരും പറഞ്ഞു. എന്റെ അപകട ന്യൂസിൽ കണ്ട് എന്റെ പെണ്ണ് ബോധം കെട്ട് വീണുവെന്ന്. എന്റെ പെണ്ണ് പേടിത്തൊണ്ടിയാണെന്നൊക്കെ. IPS ഓഫീസറായ എനിക്ക് ഇങ്ങനെയൊരു പേടിത്തൊണ്ടി തന്നെ വേണോ എന്ന് പോലും ചോദിച്ചു. ആദ്യ ചിരിയോടെ പറഞ്ഞു. അല്ലിയുടെ കണ്ണ് നിറഞ്ഞത് പെട്ടെന്നാണ്. അത് കണ്ടതും ആദ്യ വല്ലാതായിപ്പോയി. കൃതി, ഞാൻ വെറുതെ പറഞ്ഞതാ. എനിക്ക് കൃതിയെ മാത്രം മതി. എന്റെ ഭാര്യയ്ക്ക് അത്ര ധൈര്യമൊന്നും വേണമെന്നില്ല. ആദ്യ വെപ്രാളപ്പെട്ടു. നന്നായി വേദനിച്ചോ ആദ്യേട്ടാ? അല്ലി പെട്ടെന്ന് ചോദിച്ചു. ആദ്യം അവളെ ഒന്ന് നോക്കി. ആദ്യം മുറിവേടി നോക്കിയിട്ടാണ് അവളുടെ കണ്ണുകൾ നിറഞ്ഞതെന്ന് അപ്പോഴാണ് അവന് മനസ്സിലായത്. കുറച്ച് വേദനയുണ്ട്. പെയിൻ കില്ലേഴ്സ് ഉണ്ടല്ലോ, അതുകൊണ്ട് വലുതായിട്ട് അറിയുന്നില്ല. പക്ഷേ എപ്പോഴും പെയിൻ കില്ലർ കഴിക്കാൻ പറ്റില്ല. കുറച്ച് വേദന സഹിച്ചേ പറ്റൂ. കൃതി പേടിച്ചു പോയോ? അവൻ ചോദിച്ചു. അല്ലി അവനെ നോക്കി തലയാട്ടി. കണ്ണുകൾ തുടച്ചുകൊണ്ട് അല്ലി അവനെ നോക്കി. ഞാൻ നീ തിരിച്ചു വരില്ലെന്ന് ഓർത്തോ? അല്ലി അവനെ ദേഷ്യത്തോടെ നോക്കി. എന്തിനാ അങ്ങനെ പറയുന്നത്? ഞാൻ അത്രയൊന്നും ആലോചിച്ചിട്ട് പോലും ഇല്ല. അവൾക്ക് സങ്കടം വന്നു. ആദ്യം അവളുടെ മുഖത്തേക്ക് നോക്കി. കൃതി, വിവാഹം നീട്ടിവെക്കേണ്ടി വരുമല്ലോ അല്ലേ? അല്ലി ഞെട്ടിയാണ് നോക്കി. IPS വിചാരിച്ചാ ഇവിടെ വെച്ച് കല്യാണം നടത്താൻ പറ്റില്ലേ? ഒരു താലി കെട്ടിയാ മതി. അല്ലി പറഞ്ഞത് കേട്ട് ആദ്യ അത്ഭുതത്തോടെ അല്ലിയെ നോക്കി. കൃതി, ആർ യു സീരിയസ്? അവൻ ചോദിച്ചു. നീട്ടി വെക്കണ്ട. അല്ലെങ്കിൽ ഇവിടുന്ന് ചെന്ന ആരാ നോക്കുന്നത്? ഞാൻ നോക്കിക്കോളാം. ഒരു താലിയുടെ ബലമില്ലെങ്കിലും ഞാൻ നോക്കും. പക്ഷേ എന്റെ അച്ഛനും അമ്മയ്ക്കും അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്. അതുകൊണ്ടാ, അല്ലി പറഞ്ഞു. കൃതി, നിനക്ക് ഉറപ്പല്ലേ? ആദ്യം പിന്നെയും ചോദിച്ചു. ആദ്യേട്ടന് ഇഷ്ടമല്ലേ? അല്ലി സംശയത്തോടെ ചോദിച്ചു. ഇഷ്ടമാണല്ലോ. എങ്കിൽ എല്ലാരോടും പറയോ? ഇന്ന് തന്നെ പറയാലോ. അപ്പൊ ഒട്ടും സമയമില്ല. ഇനി 3 ദിവസം കൂടിയല്ലേ ഉള്ളൂ. നാളെ ആണെങ്കിൽ ഞാൻ റെഡിയാണ്, അല്ലി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആദ്യം അല്ലിയെ ഉറ്റുനോക്കി. അവളുടെ ആ ചിരിയിൽ വേദനയൊക്കെ ഒന്നും കുറഞ്ഞതുപോലെ. ആദ്യ കല്യാണത്തിന്റെ കാര്യം എല്ലാവരോടും പറഞ്ഞു. അച്ഛമ്മയ്ക്കായിരുന്നു ഏറ്റവും സന്തോഷം. 3 ദിവസത്തിനുള്ളിൽ കല്യാണം എന്ന് പറഞ്ഞതും മാലതിയും അഞ്ജലിയും ഒക്കെ ഞെട്ടിപ്പോയി. അമ്മ, അപ്പൊ ജാതകം? അവർ ചോദിച്ചു. അന്ന് നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ സമ്മതിച്ചില്ലേ? അപ്പൊ നിങ്ങൾക്കൊരു സമാധാനം ഉണ്ടായില്ലേ? ആ സമാധാനം എന്റെ കുഞ്ഞിനെ ജീവിതം മുഴുവൻ വേണമെങ്കിൽ ഈ കല്യാണം നടന്നേ പറ്റൂ. അച്ഛൻ അവസാന തീരുമാനം പറഞ്ഞു. എല്ലാ ഒരുക്കങ്ങളും നേരത്തെ തന്നെ ചെയ്തിരുന്നത് കൊണ്ട് ക്ഷണിച്ചിരുന്നവരെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നത് മാത്രമായിരുന്നു ചെയ്യാനുള്ളത്. ആദ്യക്ക് ഭേദമായതിനു ശേഷം എല്ലാവരെയും വിളിച്ച് ഒരു റിസപ്ഷൻ കൂടി നടത്താനായി തീരുമാനിച്ചു. വിവാഹത്തിന്റെ തലേന്ന് മാത്രമാണ് അല്ലി തിരിച്ചു പോകാനായി തീരുമാനിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യയുടെ കൂടെ അവൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ അല്ലി ഉണ്ടായിരുന്നു. രാധ ആന്റി അല്ലിക്ക് ഒരു നല്ല കൂട്ടായിരുന്നു. രാമച്ചനെ സ്നേഹിക്കുന്നത് പോലെ അവർ ആദ്യയും സ്നേഹിക്കുന്നുണ്ടെന്ന് കുറച്ചു ദിവസത്തെ പരിചയം കൊണ്ട് അല്ലിക്ക് മനസ്സിലായിരുന്നു. അത് മതിയായിരുന്നു അല്ലിയുടെ മനസ്സിൽ അവർക്കൊരു സ്ഥാനം ഉണ്ടാവാൻ. ഇന്നാണ് ആദ്യ റൂമിലേക്ക് മാറ്റുന്നത്. ആദ്യം കാണാൻ മഹേഷ് വന്നിരുന്നു. ഇന്നാണ് അല്ലി മഹേഷിനെ കാണുന്നതും പരിചയപ്പെടുന്നതും. അല്ലിയെ പരിചയപ്പെട്ടതും ആദ്യക്ക് ചേർന്നൊരു പെൺകുട്ടി തന്നെയാണ് അല്ലി എന്ന് മഹേഷിന് മനസ്സിലായി. മഹേഷേട്ടൻ നമ്പറും തരുമോ? എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ വിളിക്കാലോ, അല്ലി ചോദിച്ചു. അതിനെന്താ മാഡം, തരാം. അവൻ നമ്പർ പറഞ്ഞു കൊടുത്തു. മാഡം എന്നൊന്നും വിളിക്കണ്ട, അലങ്കൃത എന്ന പേര്. എല്ലാവരും അല്ലിന്നാ വിളിക്കുന്നത്. മഹേഷേട്ടനും അങ്ങനെ വിളിച്ചോളൂ, അല്ലി പറഞ്ഞു. ഓക്കെ മാഡം. സോറി അല്ലി, മഹേഷ് ചിരിയോടെ പറഞ്ഞു. കല്യാണം ഇവിടെ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെയാണ്. ആദ്യം പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? മഹേഷേട്ടൻ വരണം, അല്ലി മഹേഷിനെ ക്ഷണിച്ചു. ഉറപ്പായി വന്നിരിക്കുമോ അല്ലി? മഹേഷ് അവളോട് യാത്ര പറഞ്ഞ് അവിടുന്ന് പോയി. ആദ്യം കാണാൻ വന്നവരൊക്കെ പോയിട്ടാണ് അല്ലി അകത്തേക്ക് ചെന്നത്. കൃതി എന്താ വരാതിരുന്നേ? ആദ്യം ചോദിച്ചു. കുറെ ആളുകൾ വന്നില്ലേ, അതാ ഞാൻ ഓർത്തു ഒരുപാട് പേര് വന്ന പിന്നെ ശല്യം ആവുമല്ലോ എന്ന്. സാരില്ല. കൃതി എപ്പോഴാ പോകുന്നേ? ഞാനിപ്പോ തന്നെ പോവും. നാളെ ഇങ്ങോട്ട് തന്നെ വരില്ലേ?
സാധാരണ കല്യാണം പോലെ ഒരുക്കങ്ങളൊന്നും കൃതിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ. സോറി. ഏയ്, ഞാൻ ഇല്ലെങ്കിലും ഒക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. ആയി 2 ദിവസമായിട്ട് അവിടെ ഉണ്ട്. സാമച്ചൻ ഇന്ന് ഇങ്ങോട്ട് വന്നോളും. നാളെ ഒരുങ്ങാനൊക്കെ ഹെൽപ്പ് ചെയ്യണ്ടേ? പിന്നില്ലേ, നാളെ നമ്മുടെ കല്യാണ സാരി എടുക്കുന്നില്ല കേട്ടോ. ഹോസ്പിറ്റലല്ലേ, അപ്പൊ സിമ്പിൾ ആയിട്ട് മതിയെന്ന് ഓർത്തു. പിന്നെ എന്താ? അതോ, അത് സെറ്റും കൊണ്ടാണ്. അതാണ് നല്ലതെന്ന് തോന്നി, അല്ലി പറഞ്ഞു. കൃതി, നാളെ കഴിഞ്ഞാ തനിക്ക് പിന്നെ എന്നിൽ നിന്നൊരു മടക്കം ഉണ്ടാവില്ല. തനിക്ക് ഷുവർ ആണല്ലോ അല്ലേ? ആദ്യ ചോദിച്ചു. എനിക്ക് ഷുവറായിട്ട് ഇപ്പൊ മാസങ്ങളായി. ആദ്യമായിട്ടാണ് ഇപ്പോഴും എന്റെ കാര്യത്തിൽ ഉറപ്പില്ലാത്തത്. ശ്രുതിക്ക് സങ്കടം വന്നുപോയി. അവള് വേഗം പുറത്തേക്ക് ഇറങ്ങി. ആദ്യ പകച്ചുപോയി. പുറത്തെ ഭിത്തിയിൽ ചാരി നിൽക്കെ അല്ലിക്ക് സങ്കടം വന്നു. ഇപ്പോഴും സംശയമാണോ എന്റെ സ്നേഹത്തില്? എന്റെ സ്നേഹം മനസ്സിലാവുന്നില്ല ആദ്യേട്ടന്. അവള് കരയുന്നത് കണ്ടുകൊണ്ടാണ് അച്ഛമ്മ അങ്ങോട്ട് വന്നത്. എന്താ അല്ലി? അച്ഛമ്മ ചോദിച്ചു. അവള് കണ്ണുകൾ തുടച്ചു. ഒന്നുമില്ല അച്ഛമ്മേ, യാത്ര പറയാൻ വന്നതായിരുന്നു. ശരി എന്നാ, ഞാൻ ഇനി നിന്നാ വൈകും. അല്ലി അച്ഛമ്മയോട് യാത്ര പറഞ്ഞിറങ്ങി. എന്തോ ഇനിയും ആദ്യം കാണാൻ അവൾക്ക് തോന്നിയില്ല. മനസ്സിൽ കുഞ്ഞൊരു പരിഭവമായിരുന്നു അവനോട്. ഇനി ഒരു ദിവസം ഈ പിണക്കം നിൽക്കട്ടെ. ഇനി എന്നോടിങ്ങനെ ചോദിക്കാൻ തോന്നരുത്, അല്ലി മനസ്സിലോർത്തു. അച്ഛമ്മ അകത്തേക്ക് കയറി അല്ലി കരഞ്ഞ കാര്യം പറഞ്ഞതും ആദ്യം വല്ലാതായിപ്പോയി. താൻ കാരണമാണ് അവൾ കരഞ്ഞതെന്ന് അവന് മനസ്സിലായി. കൃതി ഒന്ന് വിളിക്കൂ അച്ഛമ്മ, അവൻ ചോദിച്ചു. അതിന് അല്ലിമോള് പോയല്ലോ, എന്നോട് പറഞ്ഞതല്ലേ? അച്ഛമ്മ പറഞ്ഞു. പറയാതെ പോയോ? അത്രയ്ക്ക് താൻ അയാളെ സങ്കടപ്പെടുത്തിയോ? ആദ്യം വിഷമിച്ചു പോയി. വീട്ടിലെത്തിയതും അക്കാര്യം അച്ഛനെ കൊണ്ടാണ് ആദ്യം വിളിച്ച് പറയിപ്പിച്ചത്. അതോടെ ആദ്യയുടെ ഉള്ള സമാധാനവും പോയി കിട്ടി. സാം വന്നപ്പോ ഇക്കാര്യം പറഞ്ഞതും സാമിന് ചിരി വന്നു. എന്റെ മോനെ, നീ ഒരു ഭർത്താവായിട്ട് ജീവിക്കാൻ ഇനിയും കുറെ പഠിക്കാനുണ്ട്. അല്ലയോട് നീ ചോദിച്ചത് നിന്റെ ടെൻഷൻ കൊണ്ടാണെന്ന് അവൾക്കും അറിയാം. പക്ഷെ നീ ഒന്ന് ഓർക്കണം, അവൾ ഈ ദിവസങ്ങൾ മുഴുവൻ ഇവിടെ നിന്ന് നിനക്ക് വേണ്ടിയാ. നിന്നോടുള്ള സ്നേഹത്തിന്റെ പുറത്താണ്. നീ ചോദിച്ചത് ആ സ്നേഹത്തെ ആവശ്വസിക്കുന്നത് പോലെ ആയില്ലേ? ഇനി നിനക്ക് എന്ത് തെളിവാ വേണ്ടേ? അവള് നിന്നെ വിട്ടു പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? സാം ചോദിച്ചു. നോ, നെവർ, ആദ്യ വേഗം പറഞ്ഞു. പിന്നെ എന്തിനാണ് പൊട്ട അങ്ങനെ ചോദിക്കാൻ പോയത്? ഈ പെൺപിള്ളേരുടെ പിണക്കം മാറ്റിയെടുക്കാൻ നല്ല പണിയാ. സാരമില്ല, സാം ചിരിയോടെ പറഞ്ഞു. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ആദ്യ ചോദിച്ചു. സത്യം പറഞ്ഞ ഈ ഭാര്യമാരുടെ പിണക്കം മാറ്റാനുള്ള വഴികളൊന്നും ആരും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ കാല് പിടിക്കാതെ റെഡി ആയിരിക്കണം, സാം പറഞ്ഞു. എന്ത് വേണേലും ചെയ്യാം. ആ പെണ്ണൊന്ന് മിണ്ടിയാ മതി, ആദ്യ സ്വസ്ഥമായ മനസ്സോടെ പറഞ്ഞു. ഇപ്പോഴാണ് നീ ഹസ്ബൻഡ് മെറ്റീരിയലായത്. വെൽക്കം ടു ദ ക്ലബ് മാൻ. സാം ഉറക്കെ ചിരിച്ചുപോയി. പിന്നെ അല്ലി അങ്ങനെ പിണങ്ങി നടക്കുന്ന ആളൊന്നും അല്ല. എന്റെ കെട്ടുകളായിരുന്നു ഇപ്പൊ ഞാൻ അവളുടെ പുറകെ നടക്കേണ്ടി വന്നേനെ. അല്ലി ആയതുകൊണ്ട് നാളെ നോക്കിക്കോ, ഇക്കാര്യം അവള് മറന്നിട്ടുണ്ടാവും, സാം പറഞ്ഞു. അങ്ങനെ ആയാ മതി. അല്ലെങ്കിലേ വിവാഹം ഇങ്ങനെ നടത്തുന്നു. അതിന്റെ കൂടെ അവള് സങ്കടത്തോടെ ഇരുന്ന എനിക്കത് ഓർക്കാൻ കൂടി വയ്യടാ, ആദ്യ പറഞ്ഞു. ചേരപ്പാതി, നാളെ ഒക്കെ നന്നായിട്ട് നടന്നോളൂ. അല്ലി എല്ലാവരുടെ മുന്നിലും സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിച്ചെങ്കിലും ആലിക്ക് അവളുടെ മുഖത്തെ വ്യത്യാസം മനസ്സിലായി. എന്താണ് കാര്യം? നിനക്കെന്താ ഒരു സങ്കടം? അല്ലി റൂമിലേക്ക് കൊണ്ടുവന്ന് ആലി ചോദിച്ചു. അല്ലി അവളോട് കാര്യം പറഞ്ഞു. എന്റെ പൊന്നല്ലി, ഇതിനാണോ നീ ഇത്ര വിഷമിക്കുന്നത്? നീ തന്നെയല്ലേ ആദ്യയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരാളിന്ന് ഇങ്ങനെ ഒരു ചോദ്യം വന്ന് ഇത്ര കാര്യമാക്കണോ? അത് പിന്നെ കേട്ടപ്പോ സങ്കടമായി. നാളെ കല്യാണം വെച്ചിട്ട് ചോദിക്കുന്ന ചോദ്യമാണോ ഇത്? എന്റെ അല്ലിപ്പെണ്ണിന്റെ IPS അല്ലേ, നീ അങ്ങ് ക്ഷമിച്ചു കളയേ. ഇപ്പൊ തന്നെ നീ മിണ്ടാതെ പോകുന്നതിന് ആൾക്ക് ടെൻഷനായിരിക്കും. നാളെ നല്ലൊരു ദിവസമല്ലേ, എന്റെ മോളെ ഹാപ്പി ആയിരുന്നേ. ആദ്യമായിട്ടൊന്ന് വിളിച്ച് എനിക്ക് വഴക്കൊന്നുമില്ലെന്ന് പറയല്ലേ, അല്ലി ചോദിച്ചു. അതെന്തായാലും വേണ്ട. ഇനി ഇങ്ങനത്തെ കൊനഷ്ട ചോദ്യങ്ങൾ വരാതിരിക്കാനുള്ള ഒരു ഡോസ് ആയിട്ട് കണ്ടാൽ മതി. സാമിച്ചനുണ്ടല്ലോ, ആൾ എന്തായാലും നിന്റെ ചെക്കിനെ ടെൻഷൻ അടിച്ചിരിക്കാൻ സമ്മതിക്കില്ല, ആലി പറഞ്ഞു. അത് ശരിയാ. എന്നാലേ ഇന്ന് നീ ഒന്ന് ചിരിച്ചേ. നാളെ കല്യാണം വെച്ചിട്ട് അവളെ മുഖം വീർപ്പിച്ച് നടക്കുക. ആ താഴേക്ക് പോവാം. ആലി അവളെ വിളിച്ച് താഴേക്ക് ചെന്നു. അച്ഛനോടും അമ്മയോടും ഒപ്പമാണ് അന്ന് അല്ലി കിടന്നത്. അവർക്ക് പറയാൻ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. നന്ദിനി അല്ലിക്ക് കുറെ ഉപദേശങ്ങൾ കൊടുത്തു. ഞങ്ങളെ മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞു വിടുന്ന ഏതൊരു അമ്മയ്ക്കുമുള്ള ഭയം നന്ദിനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ അനി അവളെ ആശ്വസിപ്പിച്ചു. അവൾക്ക് ശരിയെന്ന് തോന്നുന്നത് ആരെയും ഭയക്കാതെ ചെയ്യാനാണ് അനി അവളോട് പറഞ്ഞത്. എന്തൊക്കെ വന്നാലും അച്ഛനും അമ്മയും അവളുടെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് അനി അവളോട് പറഞ്ഞു. രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് കിടക്കെ നാളെ മുതൽ താൻ മറ്റൊരിടത്താവുമെന്ന് ഓർക്കെ അല്ലിയെ സങ്കടം വന്നു.
ഈ രണ്ടുപേരും തന്റെ ഭാഗ്യമാണെന്നോർക്കെ അലിയുടെ കണ്ണുകൾ നിറഞ്ഞു. പിറ്റേന്ന് സാമച്ചനാണ് ആദ്യം ഒരുങ്ങാൻ സഹായിച്ചത്. ഡ്രസ്സ് മാറി ആദ്യ ബെഡിലേക്ക് തന്നെ കിടത്തിയിരുന്നു സാം. സാധാരണ ഉള്ളതുപോലെ ദക്ഷിണ കൊടുക്കലോ ഒന്നും ഉണ്ടായില്ല. അച്ഛനോടും അച്ഛനോടും ചെറിയച്ഛനോടും അവരുടെ കൈകളിൽ പിടിച്ച് അനുഗ്രഹം വാങ്ങി. പിന്നെ ഒരു കാത്തിരിപ്പായിരുന്നു. അല്ലി വരാനായി. ഇന്നലെ വൈകുന്നേരം കൂടെ ഉണ്ടായിട്ടും ഇന്നലെ ഒരു രാത്രി അവൾ എത്ര മിസ് ചെയ്തുവെന്ന് അവന് പോലും അറിയില്ലായിരുന്നു. അത്രത്തോളം ആ പെൺകുട്ടി അവനിൽ നിറഞ്ഞു പോയിരുന്നു. അവളുടെ പിണക്കം മാറിയിട്ടുണ്ടാവുമോ എന്നോർത്തതും ആദ്യം വല്ലാതായി. ഇതേ സമയം അല്ലിയുടെ വീട്ടിലും എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു. എല്ലാവരും യാത്രയായതിനു ശേഷമാണ് അല്ലി താഴേക്ക് വന്നത്. വധുവായി ഒരുങ്ങി വന്ന അല്ലിയെ കണ്ട് അനിയുടെയും നന്ദിനിയുടെയും കണ്ണുകൾ നിറഞ്ഞു. മുണ്ടും നേരിയതും ഉടുത്ത് കഴുത്തിലൊരു പാലക്ക മാലയും കയ്യിൽ ഓരോ ലക്ഷ്മി വളകളും ഇട്ട് വളരെ സിമ്പിളായിരുന്നു അല്ലി. എല്ലാവരും ഉടനെ തന്നെ അവിടെ നിന്ന് പുറപ്പെട്ടു. അല്ലിയൊക്കെ വന്നതും പിന്നെ ഒട്ടും താമസിച്ചില്ല. ആദിയുടെ റൂമിൽ എല്ലാവരും ചെന്നു. രണ്ടു വീട്ടിലുമുള്ളവർ മാത്രം വിവാഹത്തിലുണ്ടായിരുന്നുള്ളൂ. പുറത്തുനിന്ന് ആലിയും സാമും അവരുടെ അപ്പനും അമ്മയും പിന്നെ മഹേഷുമാണ് ഉണ്ടായിരുന്നത്. അല്ലി റൂമിലേക്ക് കയറിയതും അവളെ കണ്ട് ആദിയുടെ കണ്ണുകൾ വിടർന്നു. കല്യാണ സാരിയിൽ പോലും അവൾക്ക് ഇത്ര ഭംഗിയുണ്ടാവില്ലെന്ന് അലിക്ക് തോന്നി. അല്ലിയും കണ്ടു തന്നെ ഉറ്റുനോക്കുന്നവനെ. ചെറിയൊരു പുഞ്ചിരി അവളുടെ മുഖത്ത് വിരിഞ്ഞു. അത് കണ്ടപ്പോഴാണ് അത്ര നേരം ചൂട് പിടിച്ചിരുന്ന ആദിയുടെ മനസ്സിന് ആശ്വാസം കിട്ടിയത്. അച്ഛമ്മ കൊടുത്ത പൂജിച്ച താലി ആദ്യ കൈകളിലേക്ക് വാങ്ങി. ബെഡിന്റെ അരികിലായി കണ്ണുകൾ അടച്ച് തൊഴുത്തു നിന്നിരുന്ന അല്ലിയുടെ കഴുത്തിലേക്ക് താലി അണിയിച്ചു അവൻ. അല്ലിയുടെ നെറുകിൽ അച്ഛമ്മ നൽകിയ സിന്ദൂരവും തൊട്ടുകൊടുത്തു. കണ്ണു തുറന്ന് ആദിയെ നോക്കവേ അല്ലിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവൻ ആ മുഖത്തേക്ക് കണ്ണെടുക്കാതെ നോക്കി. താലിയും സിന്ദൂരവും അല്ലിയുടെ മുഖത്തിന് പ്രത്യേക ഭംഗി നൽകുന്നുണ്ടെന്ന് ആദിക്ക് തോന്നി. എന്റെ പെണ്ണ്, ആദിയുടെ ഹൃദയം പറഞ്ഞു.